ഹലോ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഒരേ ഫുഡൊക്കെ കഴിച്ച് മടുത്തിരിക്കുമായിരിക്കും. അപ്പോൾ ഈ മടുപ്പൊക്കെ മാറ്റാനും വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ആഗ്രഹമുള്ളവരായിരിക്കും മിക്കവരും. ഇപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തേക്കുന്നത് നമുക്കറിയാം പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ 150 ഗ്രാം ഒക്കെ മതിയാകും ഒരാൾക്ക് ഒരു നേരം കഴിക്കാനായിട്ട്. അപ്പോൾ ആ ഒരളവിലാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളകും നമ്മുടെ വിനീഗറും കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനീഗറൊക്കെ 1 ടീസ്പൂൺ മതി, ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഉപ്പും കുരുമുളകൊക്കെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് ഈ വിനീഗർ ഇടുമ്പോഴത്തേനും പറ്റും. കൈകൊണ്ട് ഇളക്കിയാൽ മതി, അത്ര ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കവിടെ ഒരു 10-15 മിനിറ്റ് ചിക്കൻ അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് പാനിനകത്തോട്ട് ഇത്തിരി ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും നമുക്ക് ഒലിവ് ഓയിൽ ചൂടാക്കരുതെന്ന്. അപ്പം കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കേണ്ടവർക്ക് അത് ഉപയോഗിച്ചാലും മതി. അപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ മാത്രം ഒലിവ് ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ചില്ലി ചിക്കനുമല്ല, നമ്മുടെ ഡ്രാഗൺ ചിക്കനുമല്ല, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഐറ്റമാണ്. ഏകദേശം ആ ഒരു ചില്ലി ചിക്കൻ്റെയോ അല്ലെങ്കിൽ ഡ്രാഗൺ ചിക്കൻ്റെയോ ഒക്കെ ഒരു ടേസ്റ്റിൽ ആണ് നമ്മളിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 150 ഗ്രാമാണ്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒരിത്തിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എങ്ങാനും നമുക്ക് അടി പിടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി തീ കൂട്ടി വെച്ച് വേഗം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തീ കുറച്ചിടുവാണെങ്കിൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ചിക്കനിൽ നിന്ന് തന്നെ ഇത്തിരി വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ അടച്ചു വെച്ചിരുന്നാലും മതി. അപ്പം ഞാനൊന്ന് പെട്ടെന്നൊന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് ഓർത്തു, അതുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചത്. ഇതിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, സാധാരണ പിള്ളേർക്കൊക്കെ ആണെങ്കിലും വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. മറ്റേതാകുമ്പം എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയൊരു അൺഹെൽത്തി അല്ലേ. അപ്പം ആർക്ക് വേണമെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കോ ചെയ്യാത്തവർക്കോ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയത്ത് നമുക്ക് മറ്റ് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ സവോള ആദ്യം കട്ട് ചെയ്ത് അതെവിടെ പോയെന്ന് തോന്നുന്നു, ബാക്കി പകുതി. എന്നിട്ട് അതൊന്ന് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചില്ലി ചിക്കൻ ആകുമ്പം സ്ക്വയർ ആയിട്ടാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു ഡ്രാഗൺ ചിക്കൻ്റെ സ്റ്റൈലായിക്കോട്ടെ, നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ സബോള ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒട്ടിയിരിക്കുന്ന ഭാഗമെല്ലാം ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ദഹന പ്രശ്നമൊന്നും വരാതിരിക്കാനായിട്ട് വെളുത്തുള്ളി ഇച്ചിരി ഇടുന്നുണ്ട്. ഒരു 3-4 അല്ലിയൊക്കെ മതി, ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ ബാക്കി പച്ചക്കറി അറിയാമല്ലോ, ഈ ഡ്രാഗൺ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പം വേണ്ട സാധനങ്ങളാണ് ക്യാപ്സിക്കം. അപ്പം ക്യാപ്സിക്കം എടുക്കുന്നതിന് മുന്നേ ഞാൻ ക്യാരറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ക്യാരറ്റ് സാധാരണ അങ്ങനെ എടുത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് വെജിറ്റബിൾസ് വേണമല്ലോ, ഈ പ്രോട്ടീൻ കഴിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഫൈബറും കൂടെ കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തു. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഏതൊക്കെ വെജിറ്റബിൾസാണ് ചേർക്കേണ്ടതെന്ന്. നമുക്ക് വേണമെങ്കിൽ എന്നാ വേണേലും ചേർക്കാം, നമ്മളല്ലേ കഴിക്കുന്നത്, ആർക്കും കൊടുക്കാനൊന്നുമല്ല. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് എന്നാണോ ഇഷ്ടമുള്ളത് അതൊക്കെ ചേർക്കാം. അപ്പം ഞാനിപ്പോൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാരറ്റും ക്യാപ്സിക്കവും സവാളയും മാത്രമേ ചേർക്കുന്നുള്ളൂ. മറ്റേ നമ്മുടെ സെലറിയൊക്കെ ഇതായിട്ട് മാച്ച് ചെയ്ത് പോവും, സ്പ്രിംഗ് അണിയൻ മാച്ച് ചെയ്ത് പോവും. അപ്പോൾ എന്നാ വേണേലും ആഡ് ചെയ്യാം. അപ്പോൾ ഇത് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് മൊത്തം അരിഞ്ഞ് തീർന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ നോക്കിയപ്പോൾ ഇത്തിരി അടി പിടിക്കാൻ തുടങ്ങിയതുപോലെ, അതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ച് അതിനകത്തോട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയിട്ടാണ് ഇടേണ്ടത്. ഇപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണ്ടല്ലോ, അത് കഴുകുന്നത് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ തന്നെ ഒരു മൂലയ്ക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിൻ്റെ പുറത്ത് സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഹെൽത്തി അല്ല ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരാഗ്രഹമൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ഒരിത്തിരിയൊക്കെ ഒന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇനി കഴിക്കുമൊന്നും വേണ്ട, ഇഷ്ടമില്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. ആഡ് ചെയ്താൽ ഒരു ടേസ്റ്റി കഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കവും നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ആദ്യം സവാള, പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം കൂടെ ഇട്ടേച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വേവുന്ന പച്ചക്കറിയാണല്ലോ ഇത് മൂന്നും. അപ്പം ചിക്കനകത്ത് ഉപ്പിട്ടതല്ലേ, പിന്നെ സോയാ സോസിനകത്തും ഈ ടൊമാറ്റോ സോസിനകത്തും ഒക്കെ ഉപ്പുള്ളത് കൊണ്ട് ഇനി ഞാൻ ഉപ്പിടുന്നില്ല. ഒരിത്തിരി കുരുമുളക് പൊടി മാത്രം ഒന്ന് വിതറി കൊടുക്കുവാണ്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. അത് ഒരു എരിവൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം.
നമ്മുടെ ഉണക്കമുളക് ഒന്ന് കുത്തി ചതച്ചെടുത്താൽ മതി. അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ദേ ഹൈ ഫ്ലെയിമിൽ അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ആ പച്ചക്കറിയുടെ ഒരു കടുകടുപ്പോട് കൂടിയിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. നല്ല ടേസ്റ്റായിട്ട് വരും, നല്ല രുചിയാട്ടോ. ഇപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ ഇതിനൊരു ഇത്തിരി മധുരം ആവശ്യമുണ്ട്. അപ്പോൾ സോസിൻ്റെ ഒരു മധുരം മതിയെങ്കിൽ അത് മതി, അതല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാരയാണ് സാധാരണ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഈ മാപ്പിൾ സിറപ്പാണ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ഇത്തിരി ഹണി എടുത്തൊഴിച്ചാലും മതി. അപ്പോൾ അതൊക്കെ ഇത്തിരി ഓവർ ഡെക്കറേഷനാണ്, ഇല്ലേലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തേ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഇത് ഉച്ചയ്ക്ക് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കാർബായിട്ട് വേണമെങ്കിൽ ഒരു ചപ്പാത്തിയോ അര ചപ്പാത്തിയോ ഒക്കെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് വേണേലും ഒരു മീലായിട്ട് കഴിച്ചാലും നല്ല ഫില്ലിംഗ് ആണ്. ചിക്കൻ കഴിക്കുമ്പോഴും പിന്നെ വെജീസൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് അധികം വിശപ്പൊന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പം എന്തേ ഡെക്കറേഷന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ പാത്രത്തിലോട്ടൊക്കെ എടുത്ത് വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റിലോട്ട് എടുക്കുക, കഴിക്കുക, അത്ര തന്നെ. നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. അപ്പം ഇന്ന് പോവുക, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ, പിന്നെ കാണാം ഇൻഷാ അല്ലാ.